ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഫൈസൽ ടേസ്റ്റി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് പക്കോട. വീഡിയോയിലോട്ടേക്ക് കടക്കാം. ആദ്യം ബ്രെഡ് പക്കോടക്ക് വേണ്ടി മാവ് റെഡിയാക്കാം. ഇനി 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മൈദ, 1 സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ സോഡ പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ നന്നായിട്ട് കുഴച്ച് മിക്സാക്കിയെടുക്കുക. നന്നായി കട്ടയെല്ലാം ഉടച്ച് കുഴച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ബാറ്റർ കണക്ക് തയ്യാറാക്കിയെടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ആവശ്യത്തിനനുസരിച്ച് കുഴച്ച് ഈ ഒരു പരുവത്തിൽ വേണം റെഡിയാക്കിയെടുക്കുക. മസാല തയ്യാറാക്കാൻ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില അരിഞ്ഞെടുത്തത്, ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയെടുത്തത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത് എന്നിവയെല്ലാം ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. 3 സവാള ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ മസാല എല്ലാം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് ഉടച്ചെടുത്ത കിഴങ്ങ് കൂടി യോജിപ്പിച്ചിട്ട് മസാല റെഡിയാക്കി എടുക്കണം. ആവശ്യത്തിനുള്ള ബ്രെഡ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നെടുത്ത് ഇടതേ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്പൂണ് കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് പിടിപ്പിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. തേച്ച് പിടിപ്പിച്ച ശേഷം അതിന് മുകളിലേക്ക് വേറൊരു ബ്രെഡ് എടുത്തിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് അതേപോലെ മസാല തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ അയക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കെല്ലാം ഒന്ന് മാറ്റി വെക്കാം. നല്ല പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അത് എണ്ണയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളകിപ്പോവും. നമ്മളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു ത്രികോണം പരുവത്തിൽ വേണം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് മാവ് നന്നായിട്ട് 3 സൈഡിലും പിടിച്ചതിന് ശേഷം വേണം നമ്മൾ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുവാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് അടിഞ്ഞു പോകരുത്. ഒരു മീഡിയം വേവിൽ വേണം നമ്മളിത് എടുത്തിട്ട് മസാല ആക്കുവാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്തിട്ട്. ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ ബ്രെഡ് നനയും, ബ്രെഡ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് നമുക്ക് പൊരിച്ചിട്ടെടുക്കാം.
എണ്ണ ഓവർ ചൂടുണ്ടാകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നല്ല ചുവന്ന കളറായതിനു ശേഷം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല, കാശ്മീർ മുളക് പൊടീൻ്റെ കളറാണത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിന് നോർത്ത് ഇന്ത്യയിൽ പറയുന്ന പേരാണ് പെട്ടീസ്, ബ്രെഡ് പെട്ടീസ് എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് പറയുന്നത് ബ്രെഡ് പക്കോട. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു.